നടത്തുന്നത്. കിടപ്പാടവും ജോലിയും പണവും ഒന്നുമില്ലാത്ത മാർട്ടിൻ എന്ന ചെറുപ്പക്കാരൻ വന്നെത്തുന്ന ശൈത്യത്തെ എങ്ങനെ തരണം ചെയ്യും, എങ്ങനെ അന്തിയുറങ്ങും എന്ന് ആകുലപ്പെടുന്നു. എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായാൽ ചൂടുവിലും ഭക്ഷണവും കിടപ്പാടവും ഒത്തു കിട്ടുമെന്ന് അയാൾ കണക്കുകൂട്ടുന്നു. പിന്നീട് അങ്ങോട്ട് അറസ്റ്റ് ചെയ്യപ്പെടാൻ അയാൾ പല വേലകളും ആസൂത്രണം ചെയ്യും. മുന്തിയ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ട് കാശില്ലാന്ന് പറയുക, കടമോഷണം നടത്തുക, സ്ത്രീയെ ശല്യം ചെയ്യുക, മദ്യപിച്ച് നെക്കുകെട്ടതായി അഭിനയിച്ച് പൊതുജനത്തെ ശല്യപ്പെടുത്തുക, ചെറുകിട ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് കാശ് കൊടുക്കാതിരിക്കുക, മറ്റൊരാളുടെ കുട മോഷ്ടിക്കുക എന്നിവയാണ് മാർട്ടിൻ ചെയ്യാൻ ശ്രമിക്കുന്ന അറസ്റ്റ് വരിക്കൽ മാർഗങ്ങൾ. എന്നാൽ ഇവയോരോന്നും പാടുന്നു. അതുപോലും ഉണ്ടാകുന്ന അവസ്ഥാവിശേഷമാണ് കഥ. അപ്പോ നമുക്ക് കഥയിലേക്ക് കിടക്കാം. അതാ ആ തണുത്ത സായാഹ്നം, അവിടെ ആ പാർക്കിൽ നമ്മുടെ കഥാനായകൻ മാർട്ടിൻ തണുത്ത് വിറച്ച് വരുന്നുണ്ടല്ലോ. മാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ബ്ലാക്ക്വിൽ വില്ലേജിൽ ഒരു മോശം സ്ഥലമായിരുന്നില്ല. തണുപ്പ് കാലത്ത് അഭയകേന്ദ്രവും വിശപ്പിനുള്ള ഒരു പരിഹാരവുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവനിപ്പോൾ ജയിലിലേക്ക് പോകാനായി ഓരോ വഴികൾ തിരയുന്നത്. നമുക്ക് നോക്കാം ഇനി എന്തായിരിക്കും അവൻ ചെയ്യാൻ പോകുന്നതെന്ന്. പ്രേക്ഷകരെ സ്റ്റേജിലേക്ക് ഉറ്റു നോക്കിക്കോളൂ.
നീയോ തെറ്റി ചെന്നാൽ നീ ഇവിടെ നിൽക്കണം. നീ അല്ല അങ്ങുണ്ടോ? ജയിലിൽ പോകാനായി ഓരോ സാഹചര്യങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ് മാർട്ടിൻ. പക്ഷേ അവന് ലഭിക്കുന്ന സാഹചര്യങ്ങളൊന്നും അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നടത്താനായിട്ട് സാധിക്കുന്നില്ല. കണ്ടില്ലേ, മാർട്ടിന് കിട്ടുന്ന ഓരോ അവസരങ്ങളും പാടി പോവുക. ഒരു പെൺകുട്ടിയെ ശല്യപ്പെടുത്തി എങ്ങനെയും ജയിലിൽ പോകാമെന്ന് വിചാരിച്ചപ്പോ അതും നടക്കുന്നില്ല. അങ്ങനെ ഒന്ന് ജയിലിൽ പോകാൻ വേണ്ടി പല 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 വഴികൾ അന്വേഷിച്ച് ശാന്തമായ തെരുവിലൂടെ അലഞ്ഞു തിരിയുകയാണ് ഇയാൾ. എന്താല്ലേ, കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയാണ് ജീവിതം. നമ്മൾ ആഗ്രഹിക്കുന്നതല്ല ജീവിതത്തിൽ നടക്കുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം ആഗ്രഹിക്കുന്ന സമയത്ത് നടക്കണമെന്നില്ല. പിന്നീടായിരിക്കും അതൊക്കെ നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. മാത്രമല്ല ആ കാര്യം നമുക്കൊരു താല്പര്യത്തിൽ ലഭിക്കും. People can change their lives, but it's difficult to turn back from a wrong path. Thank you.